പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തെ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോനാഥ, ലോകജനതയ്ക്കായി ബലിയായി തീർന്ന കരുണയുടെ ഉറവിടമേ, കരുണാസമ്പന്നനായ ഈശോപ്പ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ തേടുന്ന ഓരോ മക്കളെയും അവിടുത്തെ ബലിവസ്തുക്കളാക്കി വിശുദ്ധിയിലായിരിക്കാൻ മാതാ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ ഈ 3 മണി സമയം വരെ ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കൃപയാൽ സംരക്ഷിച്ചിരിക്കുന്നതിനെ ഓർക്കുന്നപ്പ. ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ഈശോനാഥ, ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിക്കുകയും യാത്രയിൽ സഹയാത്രികനായി കൂടെ ഇരുന്ന് സംരക്ഷിക്കുകയും ചെയ്തതിനായി, അനേകം നന്മകളാൽ നടത്തുന്നതിനായും നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈശോപ്പ. ഈശോയുടെ മുൻപിൽ ഓരോ രോഗികളെയും സമർപ്പിക്കുന്നു കർത്താവേ. പലവിധ രോഗത്താൽ ഭാരപ്പെട്ട അനേകം മക്കൾ പല ആശുപത്രികളിലും പല ഭവനങ്ങളിലുമായിരിക്കുന്നല്ലോ കർത്താവേ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു, കരൾ രോഗമുള്ളവരെ സമർപ്പിക്കുന്നു, തളർന്നു കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു, വിട്ടുമാറാത്ത രോഗത്താൽ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു, വൃക്ക രോഗികളെ സമർപ്പിക്കുന്നു, സോറിയാസിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ സമർപ്പിക്കുന്നു, തലവേദനയാലും തൈറോയിഡിൻ്റെ രോഗത്താലും ഷുഗറിൻ്റെ രോഗത്താലും പലവിധ പനിയാലും വേദനിക്കുന്ന ചെറുതും വലുതുമായ മക്കളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ഈശോപ്പ അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ രോഗികളുടെ മേലും എല്ലാ രോഗികളുടെ മേലും ഈശോപ്പ അവിടുത്തെ കരുണ നിറച്ച് സൗഖ്യം കൊടുത്തരളണമേ. ഇന്ന് പ്രാർത്ഥിച്ച് വചനമെടുത്തപ്പോൾ കിട്ടിയത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നും 3-ാം അധ്യായമാണ്. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. എനിക്കിതിൽ നിന്ന് കിട്ടുന്നത് യാക്കോബിനോട് പറയുന്നതായിട്ടാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിലെന്നെ 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരിയും അവിടുന്നാണ് എൻ്റെ പ്രത്യാശയെന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും കർത്താവിനെ തേടുന്ന മക്കളായി ഓരോ നിമിഷവും നാം ഇരിക്കണം. അപ്പോഴാണ് ഈശോ നമ്മളോടൊപ്പം വസിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു